എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. പുതിന ഇങ്ങനെ കാട് പോലെ വളർന്നു കിട്ടാൻ ഞാൻ എന്താ ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് പുതിനയുടെ അരിയില്ലാതെ എങ്ങനെ പുതിന ഇങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിതിങ്ങനെ വളർത്തിയെടുത്തത് കടയിലിരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പുതിന നട്ടാണ്. അതിൻ്റെ സ്റ്റെമ്മ് നട്ട് വെച്ചാണ് ഞാനിങ്ങനെ പുതിന വളർത്തിയെടുത്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പുതിനയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ പുതിന ചെടി വളർത്തിയെടുത്തത്. നമുക്ക് ആദ്യം ഇതിൻ്റെ താഴെയുള്ള കുറച്ച് ഇലകൾ അങ്ങ് പിച്ചിയെടുക്കാം. നമ്മൾ ഈ വളർത്താൻ ഉപയോഗിക്കുന്ന ഈ സ്റ്റെമ്മുണ്ടല്ലോ, അത് കുറച്ച് നല്ല കട്ടിയുള്ളതായിരിക്കണം. ഒത്തിരി മെലിഞ്ഞതാണെങ്കിൽ അത് വളരത്തില്ല. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഒരു 4 ഇല അങ്ങനെ വിട്ടേക്കാം, അത് പറിക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കപ്പോ ഇല്ല കുപ്പിയോ എന്തെങ്കിലും എടുത്ത് നമ്മളിങ്ങനെ പറിച്ച് വെച്ചിരുന്ന ഈ സ്റ്റെമ്മെല്ലാം അതിനകത്തിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ഒരു നിഴലായ ഭാഗത്ത്, വെയിലടിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ 2 ദിവസം മുൻപേ വാങ്ങിച്ചത് ഇട്ട് വെച്ചതാണ് കുപ്പിയിൽ. ഇപ്പോൾ അതെല്ലാം നോക്കിയാൽ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് കിളിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വേര് വന്നേക്കുന്നത് കാണിച്ചു തരാം. ഇതെല്ലാം ഇപ്പം നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, പുതിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി നടാൻ സമയമായി. ഞാൻ ഇതിനകത്തെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇതിനെ 1-2 ദിവസം കൂടെ ഞാനിത് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. കണ്ടോ, ഇതിലെല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് മാറ്റി നടാം. ഞാനിത് നടാൻ പ്രത്യേകിച്ച് ഗ്രോ ബാഗൊന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ നട്ട് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ചെടിയുടെ കുറച്ച് വലുപ്പമുള്ള ഒരു ചെടിയുടെ ചുവട്ടിലിങ്ങനെ കുത്തി കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു സപ്പോട്ടയാണ്, ചിക്കുവിൻ്റെ ഒരു മരമാണ്. അപ്പോൾ അതൊരു 18 ഇഞ്ച് ഇത് പോട്ടാണ്. അപ്പം ഞാൻ അതിനകത്താണ് ഇപ്പം നട്ടു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് നമുക്കിതിനകത്ത് മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം ഇതിനകത്ത് ആവശ്യമില്ലാതെ വളർന്നു നിൽക്കുന്ന ഈ കളകളെല്ലാം അങ്ങ് പറിച്ച് കളയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തനിയായിട്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കി നടാം. അതിനകത്ത് ചാണകപ്പൊടിയും മണ്ണും കുറച്ച് കൊക്കോപീറ്റൂടെ ചേർത്ത മിക്സ് മതി. ഒരുപാട് വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിത് കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴി കൊടുത്തിട്ട് അതിനകത്തോട്ട് നട്ട് വയ്ക്കുവാണ്. ഈ പുതിനയുടെ ചെടി എപ്പോഴും നടുമ്പം ഒന്ന് ചരിച്ച് നടാൻ ശ്രമിക്കണം. അങ്ങനെ നൂത്ത് നടേണ്ട ആവശ്യമില്ല. കാരണം അത് പെട്ടെന്ന് അതിൻ്റെ തണ്ട് മണ്ണിൽ പെടുമ്പോൾ പെട്ടെന്ന് അത് വേര് പിടിച്ച് കിട്ടാൻ അത് സഹായിക്കും. അതുകൊണ്ട് ഒരുപാട് സ്ട്രെയിറ്റായിട്ട് നടണ്ട, ഒന്ന് ചരിച്ച് വെച്ച് നടാൻ ശ്രമിക്കണം. നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ കൂടെ മതി. ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 15 ദിവസം കഴിഞ്ഞ് ഇതെങ്ങനെ വളർന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ നട്ട് പുതിന ചെടിയെല്ലാം ഇപ്പം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ 1 രൂപ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് പുതിന ചെടി കൃഷി ചെയ്യാം. ഇനി ഇതിൽ നിന്ന് എടുക്കുന്ന പുതിനയുടെ തണ്ട് നമ്മൾ മുറിച്ച് വേറെ ഏതെങ്കിലും ഒരു ഗ്രോ ബാഗിലോ തൊട്ടിയിലോ മാറ്റി വെച്ച് നമുക്ക് ഇനിയും പുതിന ചെടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെ നട്ടതാണിത്. ഞാനിതാണ് ആദ്യം നട്ടത്. ഇത് നന്നായിട്ട്, ഇതൊരു വാഴയുടെ ചുവട്ടിലാണ് ഞാൻ നട്ട് വെച്ചേക്കുന്നത്. അതും ഒരു ഗ്രോ ബാഗാണ്. 24x24 സൈസിലെ ഗ്രോ ബാഗിലാണ് ഞാൻ നട്ടേക്കുന്നത്. ഇത് ഒരുപാട് വളർന്ന് പന്തലിച്ചതുകൊണ്ടാണ് ഇപ്പം ഞാൻ മറ്റേതിനകത്തോട്ട് നട്ട് വെച്ചേക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിൽ പുതിന ചെടി വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.